തിരുവനന്തപുരം ഐരാണിമുട്ടം സർക്കാർ ഹോമിയോ മെഡിക്കൽ കോളേജ് ലേഡീസ് ഹോസ്റ്റൽ വാട്ടർ ടാങ്കിൽ ചത്ത പട്ടിയെ കണ്ടെത്തി. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. 200ഓളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് സംഭവം. ഇന്ന് വൈകിട്ട് ഈ ലേഡീസ് ഹോസ്റ്റലിൽ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലെ വാട്ടർ ടാങ്കിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചത്ത പട്ടിയെ കണ്ടെത്തിയത്. ചെറിയ ഒരു പട്ടിക്കുട്ടി ചത്ത നിലയിൽ ഈ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പട്ടി ഈ വാട്ടർ ടാങ്കിനുള്ളിൽ ചത്ത് കിടപ്പുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ ഈ പട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ നഗരസഭ ഹെൽത്ത് വിഭാഗത്തെ വിവരമറിയിക്കുകയും അവർ ഈ സംഘമെത്തി വാട്ടർ ടാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പട്ടിയെ വാട്ടർ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടില്ല. രാത്രി സമയമായതിനാൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നഗരസഭ ഹെൽത്ത് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഈ പട്ടിയെ മാറ്റും. അതിനോടൊപ്പം തന്നെ ഈ ടാങ്ക് വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് വേണ്ട കുടിവെള്ളം ഇന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെയും ഈ കുടിവെള്ളത്തിന്റെ സപ്ലൈ ഉണ്ടാകുമെന്നാണ് നഗരസഭ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 2 ദിവസം എടുക്കും ഈ ടാങ്ക് വൃത്തിയാക്കാൻ. അതുകൊണ്ട് തന്നെ നാളെ നിലവിൽ കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റന്നാൾ കൂടി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. അതേസമയം 200ഓളം വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.